വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഓണൊക്കെ ആവാറായല്ലോ, അപ്പം നമുക്കൊന്ന് ട്രഡീഷണലായിട്ട് ഒരുങ്ങിയേക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് എടുത്തേക്കുന്നത് പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസറാണ്. അത് കഴിഞ്ഞ് നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്പ് ലൈനർ. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. ആൻഡ് ആസ് എ ബിഗിനർ ഞാനിതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തതാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഓൾസോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കേ, അപ്പോൾ അടുത്തത് വരുന്നത് ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഡൈനമൈറ്റ് ബെറി എന്നാണ്. നല്ലൊരു ഷെയ്ഡാണ്. നിങ്ങൾക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. നിങ്ങളുടെ മുഖത്തൊരു തെളിച്ചത്തിൻ്റെ സ്വാധീനം പ്രകടമാകുന്നതാണ്. അത് കഴിഞ്ഞിതാ നമ്മൾ നേരെ ഐബ്രോസിലേക്ക് പോവാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഐബ്രോ പെൻസിലാണ്. ഇറ്റ്സ് ഓൾസോ എ ഗുഡ് പ്രോഡക്റ്റ് ഐ വുഡ് സേ. സോ നമ്മളിതൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ നമ്മൾ ജസ്റ്റ് ഫില്ല് ചെയ്യാണ്. ദ തിങ് ഈസ്, ഞാൻ ഈ ഒരു വോയിസ് ഓവർ എടുക്കാൻ തുടങ്ങിയ സമയം തൊട്ട് ഇവിടെ കാക്കയും കുയിലും ലോകത്തില്ലാത്ത ജന്തുഫല ലതാദികൾ മൊത്തം കൂടെ വന്ന് സൗണ്ടാണ്. സോ പ്ലീസ് എക്സ്ക്യൂസ് ദാറ്റ്. സോ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൺസീലിംഗ് ആണ്. നമ്മളിവിടെ എടുത്തേക്കുന്നത് ഇൻസൈറ്റിൻ്റെ ഒരു ഷെയ്ഡാണ്. MN35 ആണ്, ഇഫ് ഐ എം നോട്ട് റോങ്. സോ ഞാൻ തന്നെ ഒന്ന് കണ്ണാടി നോക്കുകയാണ്, വല്ലതും നടക്കുന്നുണ്ടോ ഇല്ലേ. ഓക്കെ, സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല കവറേജ് ഉള്ള ഒരു കൺസീലറാണ്. ആൻഡ് നമ്മൾ രണ്ട് സൈഡും ഈക്വലി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത് നമ്മുടെ സ്വന്തം ഐലൈനറാണ്. എനിക്ക് ഐലൈനറിൽ വലിയൊരു പിടുത്തം ഇല്ല, ഒരു വശമില്ല. പക്ഷെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു വിങ്ങൊക്കെ വന്നപ്പോൾ സന്തോഷമാണ് നിങ്ങൾ കാണുന്നത്. സംശയിക്കുകയാണ്, ഇതിങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷേ കുഴപ്പമില്ലാതെ തന്നെ വന്നു. ഓൾമോസ്റ്റ് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് സൈഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട്. പക്ഷെ അടുത്ത സൈഡ് വരുമ്പോഴാണ്, ഫസ്റ്റ് സൈഡിൻ്റെ ഒരു സിബ്ലിംഗ് ഒക്കെ ആയിട്ട് അടുത്തത് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അതും കുഴപ്പമില്ലാതെ തന്നെ വന്നു. ഞാൻ തന്നെ അഭിമാനിക്കുകയാണ് ഗൈസ്. ഒന്നുകൂടെ ഒന്ന് നോക്കിയേക്കാം എന്ന് വിചാരിച്ചു. അതായത് നമ്മൾ ഹെയറിലേക്ക് കിടക്കുകയാണ്. സോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സ്ട്രീക്സിൻ്റെ ഒരു ഹെയർ സീറമാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല. എൻ്റെ ഹെയറിന് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഹെയർ ഭയങ്കര ഫ്രിസി ആൻഡ് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ വി ആർ ഓൾമോസ്റ്റ് ദെയർ. ആൻഡ് അടുത്തത് വന്നിട്ട് സുഡിയോയുടെ ഒരു ഹൈലൈറ്ററാണ്. നല്ലൊരു പ്രൊഡക്റ്റാണ്, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. സോ യു ഗൈസ് ജസ്റ്റ് ടെൽ മീ, നിങ്ങളെങ്ങനെയാണോ വീട്ടിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാറ്? എന്നെ പോലെ നിങ്ങൾ മടിച്ചിരിക്കാറാണോ പതിവ്? ആണെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ് സെക്ഷൻ. സോ അപ്പോൾ നമ്മളിവിടെ ചില പോയിൻറ്റ്സിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഒന്ന് വന്നിട്ട് ചീക്ക് ആൻഡ് നോസ്, പിന്നെ വന്നിട്ട് ഇന്നർ കോർണേഴ്സ്. അപ്പോൾ നമ്മുടെ ലുക്ക് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ലുക്ക് കാണാം.